നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ സ്വദേശിവത്കരണ നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. 4000-ലധികം സ്ഥാപനങ്ങളിലാണ് നിയമലംഘനം കണ്ടെത്തിയിട്ടുള്ളത്. മന്ത്രാലയം നടത്തിയ ഫീൽഡ് പരിശോധനയിലാണ് നിയമലംഘനങ്ങൾ പിടികൂടി നടപടി സ്വീകരിച്ചത്. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ മാനവവിഭവശേഷി വികസന മന്ത്രാലയം നിർദ്ദേശിച്ച രീതിയിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയ അധികൃതർ പരിശോധന ശക്തമാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ മാസം 3.25 ലക്ഷത്തോളം പരിശോധനകൾ പൂർത്തിയാക്കിയതായി മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. ഇവയിൽ 4158 സ്ഥാപനങ്ങൾ നിർദ്ദേശം പാലിക്കാത്തതായി കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നതായും ബന്ധപ്പെട്ടവർ അറിയിച്ചു. എന്നാൽ പരിശോധന നടത്തിയ സ്ഥാപനങ്ങളിൽ 94% സ്ഥാപനങ്ങളും നിർദ്ദേശം പൂർണ്ണമായി നടപ്പിൽ വരുത്തിയതായും ബോധ്യപ്പെടുകയും ചെയ്തു. ഇതുകൂടാതെ സ്വദേശി അനുപാതം കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനും മന്ത്രാലയ നിർദ്ദേശങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഫീൽഡ് പരിശോധനകൾ ശക്തമാക്കാൻ തീരുമാനിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം സൗദിയിൽ ഉംറ നിർവഹിക്കാനുള്ള പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചുകൊണ്ട് അധികൃതർ രംഗത്തെത്തി. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആഭ്യന്തര തീർത്ഥാടകർക്കാണ് ഉംറ തീർത്ഥാടനത്തിന് മന്ത്രാലയം അനുമതി നൽകിയിട്ടുള്ളത്. തീർത്ഥാടനത്തിനായി ഏർപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അനുമതി തേടുന്നവർക്ക് മാത്രമായിരിക്കും കർമ്മം നിർവഹിക്കുന്നതിന് അനുമതി ഉണ്ടാവുക. ഹജ്ജ്, ഉംറ മന്ത്രാലയമാണ് പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന പ്രായമായവർക്ക് കൂടി അവസരം നൽകുന്നതിന്റെ ഭാഗമായാണ് പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചത്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആഭ്യന്തര തീർത്ഥാടകർക്കാണ് ഇതുവഴി ഉംറ നിർവഹിക്കാൻ സാധിക്കുന്നത്. മന്ത്രാലയത്തിന്റെ ഈ ആത്മർന മൊബൈൽ ആപ്ലിക്കേഷൻ വഴി മുൻകൂർ അനുമതി നേടുന്നവർക്കാണ് അവസരം ലഭിക്കുക. മാസത്തിൽ 2 തവണയാണ് പരമാവധി ഒരാൾക്ക് ഉംറ ചെയ്യാൻ അനുവാദം ഉള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.